ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണേ. കഴിഞ്ഞ ദിവസം ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവേ. അപ്പോൾ ഹെയറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ ഞാനിങ്ങനെ കുറച്ച് മേക്കപ്പൊക്കെ ടച്ചപ്പൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ഹെയറൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിന്ന് സ്റ്റൈല് നോക്കുക കേട്ടോ. നല്ല വൃത്തിയുണ്ടോ ഭംഗിയുണ്ടോ എന്നെല്ലാം ഷെറിച്ചനാണ് കേട്ടോ വീഡിയോ എടുത്തു തരുന്നത്. ഞാനിങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കുന്ന കണ്ടിട്ട് ഷെറിച്ചൻ നിന്ന് തന്നെ ഓരോന്ന് പറഞ്ഞ് ട്രോളുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു കേട്ടോ എനിക്ക് മുന്നേ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ പരീക്ഷണങ്ങളൊക്കെ നടത്തും കേട്ടോ ഹെയറിൽ. അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പം ശരിക്കും ഷോർട്ടായി. പിന്നെ ലെങ്തി ആയിട്ടുള്ള ഹെയറിനേക്കാളും കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ എളുപ്പം ഷോർട്ടായിട്ടുള്ള ഹെയർ ആണെന്ന് തോന്നുന്നു. അങ്ങനെ മുടിയുടെ കഥ പറഞ്ഞു ഞാൻ എവിടെയോ ആയിപ്പോയി കേട്ടോ. നമുക്ക് വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് വന്നാലോ. രാവിലെ എല്ലാ ദിവസവും എണീറ്റപാട് ഒന്നുകിൽ കട്ടൻ ചായ ഉണ്ടാക്കും, അല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ പാൽ ചായ ഉണ്ടാക്കും കേട്ടോ. അതാണ് കേട്ടോ എൻ്റെ ആദ്യം ഫസ്റ്റത്തെ ജോലി എന്ന് വെച്ചാൽ. പിന്നെ കട്ടൻ ചായക്ക് വെച്ചിട്ട് എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്, മിക്ക ദിവസവും തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച് ഇന്ന കറി വെക്കണം, അല്ലെങ്കിൽ പിന്നെ മാവ് അരച്ചിട്ടില്ലെങ്കിൽ പിറ്റേന്ന് പുട്ടുണ്ടാക്കണോ, അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കണോ, അല്ലെങ്കിൽ അതിന് ഏത് കറി വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ തലേദിവസം തന്നെ ഡിസൈഡ് ചെയ്ത് വെക്കും. ഇപ്പം കുറച്ചായിട്ട് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഞാൻ ഇപ്പം ശരിക്കും തടിച്ചിട്ടുണ്ടേ. ആദ്യമൊന്നും ഇത്രയും വണ്ണം ഇല്ലായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ നല്ലോണം മെലിഞ്ഞിട്ടായിരുന്നു. അത് എനിക്ക് തന്നെ സ്വയമേ ഫീൽ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ നല്ലോണം വണ്ണം വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് ഹെവി ആയിട്ട് അല്ലെങ്കിൽ കൂടി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ചൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് കുറേ എണ്ണയുടെയും ഷുഗറിൻ്റെയൊക്കെ കൺസപ്ഷൻ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തന്നെ സ്വയം തോന്നി തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ സ്വയമേ തന്നെ കുറച്ച് കൺട്രോൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് കുറച്ചൊക്കെ ഇങ്ങനെ ഡയറ്റൊക്കെ നോക്കി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഏത്തക്ക പുഴുങ്ങിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ലോണം ഏത്തക്ക പഴുത്ത് പോയതുകൊണ്ട് തന്നെ 2-3 എടുത്ത് ഞാൻ പഴംപൊരിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഡെയിലി ലൈഫിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പൂർണ്ണമായിട്ട് ഓയിലും ചോറും അങ്ങനെയൊന്നും ഒഴിവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ അത്രയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റിയൊരു ആളല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ. അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേശ്ശെയൊക്കെ കുറച്ച് കൊണ്ടുവരാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ എനിക്ക് വേറെ എന്ത് ഫുഡിലും മധുരം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ചായയിലും പാൽ ചായയിലും കട്ടൻ ചായയിലും മസ്റ്റായിട്ട് ഞാൻ നല്ലോണം മധുരത്തിൽ കുടിക്കുന്ന ആളാണ് കേട്ടോ. അതിലെനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലേ. മുന്നേയൊക്കെ ആണെങ്കിൽ ഷെറിച്ചൻ ഇങ്ങനെ നടക്കാൻ പോകുമ്പോഴൊക്കെ എന്നെയും വിളിക്കും കേട്ടോ, വാ നടക്കുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും ഞാൻ തീരെ പോകാറില്ല കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് സ്വയമേ തന്നെ ഇങ്ങനെ വണ്ണം കൂടിയപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ടാണ് ഞാനും കുറച്ച് വണ്ണം കുറയ്ക്കാം അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു തുടങ്ങിയത്. മമ്മിക്കൊക്കെ ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ ഷെറിച്ചൻ ഇപ്പോഴേ ഷുഗർ കട്ടാണ് കേട്ടോ. ചായയിലൊക്കെ ആണെങ്കിൽ വിത്തൗട്ടായിട്ടാണ് കുടിക്കുന്നത്. രാവിലെ കിച്ചണിൽ കയറിയപ്പോൾ തൊട്ട് തന്നെ ഐറ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോഴത്തേക്കും പുതിയ സ്കെച്ച് പെന്നെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിന് മുന്നേ ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഓരോരുത്തരെല്ലാം ഇട്ടും അങ്ങനെയെല്ലാം ഫുള്ള് പോയിട്ടുണ്ടായിരുന്നേ. കയ്യിൽ ബാക്കി ഒന്നുമില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയപ്പോഴത്തേക്കും കറക്റ്റ് നേരെ കറങ്ങി തിരിഞ്ഞ് സ്കെച്ചിൻ്റെ മുന്നിൽ പോയി നിന്ന് കേട്ടോ. എന്നിട്ട് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നേ. അങ്ങനെ പുതിയൊരു പാക്കറ്റ് സ്കെച്ചും പിന്നെ ഒരു ബുക്കൊക്കെ കൊണ്ടാണ് കേട്ടോ തിരിച്ചു വന്നത്. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസം അതിങ്ങനെ കൊണ്ട് നടക്കും കേട്ടോ. ഫുൾ ടൈം അത് തറയിൽ വെക്കത്തില്ല. ഉറങ്ങുമ്പോൾ കൂടി അടുത്തുണ്ടാവുമേ. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് അതൊന്ന് പഴകിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല കേട്ടോ. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കെച്ച് പെന്നെല്ലാം റീക്യാപ്പ് ചെയ്ത് വെക്കണമെന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേ പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ ആളതിങ്ങനെ മൈൻഡിൽ കൊടുത്തിട്ട് ഓരോ പ്രാവശ്യവും ഓരോ സ്കെച്ച് ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടല്ല അത് വൃത്തിക്ക് ഇങ്ങനെ അടച്ചൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ചെറുതിലേ തന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ആൾ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്.
പഴംപൊരി ഇപ്പോൾ ഞാൻ എപ്പോഴും ഗ്യാസിൽ വെച്ചാണ് കേട്ടോ വെക്കുന്നത്. കാരണം എന്താ വെച്ചാൽ 2 പാൻ ഉണ്ട് കേട്ടോ പുതിയത്. അത് പക്ഷേ ഗ്യാസിൽ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ, ഇൻഡക്ഷൻ ബേസ് അല്ല. അത് പുതിയ പാൻ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളകി വരും കേട്ടോ. പഴയ പാൻ അതിൻ്റെ കുറച്ചൊക്കെ അതിൻ്റെ കളറെല്ലാം പോയതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിലെല്ലാം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്തിന് അത് ഫുള്ള് ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനം അതിൻ്റെ ബാക്കി വന്ന കുറച്ച് മാവ് മാത്രം ഇങ്ങനെ ഒഴിച്ചുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് ഐറയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഐറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓട്സും കൂടെ ഉണ്ടാക്കി കേട്ടോ. കുറച്ച് പാലൊഴിച്ചിട്ട്. ചിലപ്പോൾ അവൾ പഴംപൊരിയൊന്നും അങ്ങനെ രാവിലെ കഴിക്കത്തില്ലേ. പിന്നെ വേവിച്ച പഴവും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് തോന്നിയാൽ നല്ല പഴുത്ത ഏത്തപ്പഴം ചിലപ്പോൾ കഴിക്കും. പക്ഷേ പുഴുങ്ങിയെടുത്തത് അങ്ങനെ തീരെ കഴിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓട്സും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഐറ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ചെടിയൊക്കെ ഇങ്ങനെ കാണിച്ച് അവളിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ വാ തുറന്നു തരും കേട്ടോ. അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്ന് അവൾക്കങ്ങനെ ഓട്സൊക്കെ കൊടുത്തു കേട്ടോ. നമ്മുടെ ചെടിയൊക്കെ ആണെങ്കിൽ ഫുള്ള് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്, പല കളറിൽ. എല്ലാ ചെടികളുടെയും പേരൊന്നും അങ്ങനെ അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ കയ്യിൽ കിട്ടുന്ന ചെടികളൊക്കെ ഇങ്ങനെ എല്ലാം ഓരോന്നിങ്ങനെ കൊണ്ട് നട്ട് വെക്കും കേട്ടോ. അതുപോലെ തന്നെ ഡെയിലി ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്തായാലും കുറച്ചെല്ലാം ഇങ്ങനെ നല്ലോണം മാനേജ് ചെയ്യും കേട്ടോ. അതിൻ്റെ ഇടയ്ക്കുള്ള പുല്ലെല്ലാം ഇങ്ങനെ എല്ലാം വൃത്തിയാക്കി അങ്ങനെ നല്ലോണം കെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാം നല്ല വൃത്തിക്ക് നിൽപ്പുണ്ടേ. ഇറക്കി ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പറമ്പിലൂടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഇലക്കറിയും കൊണ്ടാണ് കേട്ടോ ഉള്ളിലേക്ക് വന്നത്. കുറച്ച് മുരിങ്ങയിലയും പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അങ്ങനെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇലയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് കുറച്ച് തോരൻ വെച്ച് കേട്ടോ. ഇലക്കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ മുരിങ്ങയില. ഇവിടെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറും മുരിങ്ങയില തോരനും ഉണ്ട് ഉച്ചയ്ക്ക്. പിന്നെ ഇന്നലെ പുറത്ത് പോയപ്പോൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അയലയാണ് കേട്ടോ. അയല ഉണ്ടായിരുന്നു, ചെമ്മീനും ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും മേടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ 2 ഐറ്റം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കുമല്ലോ കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബെഞ്ചൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടിട്ടിട്ട് അവിടെ ഇരുന്നാണ് കേട്ടോ ഫിഷെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കിയത്. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് സമയം അമ്മയായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ ഐറയെല്ലാം നിരത്തി മീനൊക്കെ നിരത്തിയിട്ട് അങ്ങനെ കുറേ ടൈം അതായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. അയല കഴുകിയിട്ട് നാളത്തേക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച്. ചെമ്മീനാണ് ഇന്ന് വെക്കുന്നത്. ആദ്യം കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ ഫ്രൈ ആക്കാമെന്ന് കരുതിയേ. കറി വെക്കാനാണെങ്കിൽ പിന്നെ ഇനി തേങ്ങയൊക്കെ വറുത്തൊക്കെ അരയ്ക്കണ്ടേ, ഒരുപാട് ടൈം ഇനിയും ആവും. 2 ഐറ്റം ഉള്ളത് കൊണ്ട് തന്നെ കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫ്രൈ ആക്കാൻ വേണ്ടി കുറച്ച് സമയം മുളകും മഞ്ഞയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ ഫ്രൈ ചെയ്യാനുള്ള ഫിഷാണെങ്കിൽ അത് മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മിക്സാക്കി വെക്കും കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. ചെമ്മീൻ ആദ്യം ഫ്രൈ ആക്കാൻ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്നിങ്ങനെ വെള്ളം പോലെയൊക്കെ നല്ലോണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആയി വരില്ലേ എന്നൊരു ഡൗട്ട് തോന്നിയേ. പിന്നെ അവസാനമായപ്പോൾ അതെല്ലാം ഇങ്ങനെ നന്നായിട്ട് ഇതായിട്ട് ഓക്കെ ആയി കിട്ടി കേട്ടോ. ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്തിന് ആദ്യം വെറുതെ അതിങ്ങനെ ഫ്രൈ ആക്കുവേ. അത് കഴിഞ്ഞിട്ട് അവസാനം അത് എടുക്കാൻ സമയത്തിന്, അതായത് എല്ലാം ഫ്രൈ ആയി നന്നായിട്ട് വെന്തതിന് ശേഷം അവസാനം അതിൽ കുറച്ച് ഉള്ളി ആഡ് ചെയ്യും കേട്ടോ. ചെറുച്ചനാണ് ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് തന്നത്. എന്നിട്ട് അത് മുഴുവനായിട്ട് ഇങ്ങനെ വേകുന്നതിന് മുന്നേ തന്നെ തീ ഓഫ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിങ്ങനെ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചെറിച്ചൻ വന്നിട്ടാണെങ്കിൽ സ്ലാബൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് തന്നെ കേട്ടോ. നമ്മുടെ അടുപ്പൊക്കെ ഇരിക്കുന്നതിൻ്റെ ആ സൈഡെല്ലാം ചുമരൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ടായിരുന്നു കേട്ടോ ഇരുന്നത്. അതൊക്കെ നന്നായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കി. സ്ലാബൊക്കെ ആണെങ്കിൽ നല്ലോണം ഡീപ്പ് ക്ലീനിങ് എന്ന് തന്നെ പറയാം കേട്ടോ. അതൊക്കെ അതിൻ്റെ പുറത്തിരുന്ന ഐറ്റംസൊക്കെ എല്ലാം എടുത്ത് മാറ്റി മിക്സിയും അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. ക്ലീനിങ് പരിപാടിക്കൊന്നും ഷെറിച്ച് അങ്ങനെ പെട്ടെന്നൊന്നും വരില്ല കേട്ടോ. പക്ഷേ ക്ലീനിങ്ങിന് വന്നു കഴിഞ്ഞാൽ ആൾ ചെയ്യുന്ന കാര്യം നല്ല ഭയങ്കര പെർഫെക്റ്റായിട്ട് ഫുള്ള് നല്ല വൃത്തിക്ക് ചെയ്തു തരും കേട്ടോ. ചുമരിലും സ്ലാബിലൊക്കെ ഇങ്ങനെ പായലൊക്കെ വന്നിട്ട്
ഭയങ്കര വൃത്തികേടായിട്ടാണ് കേട്ടോ ഇരുന്നത് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തിന്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ സ്ലാബൊക്കെ കാണാൻ തന്നെ ചുമരൊക്കെ നല്ല വൃത്തിയായി നല്ല ഭംഗിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു സോക്കറ്റ് ഇങ്ങനെ വർക്കിംഗ് ആവുന്നില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അടുപ്പ് ഞാൻ വെറുതെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഓണാക്കി നോക്കി കേട്ടോ. അപ്പോഴത്തേക്ക് ഓക്കെ ആയിട്ടുണ്ട്. അതും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഐറയെ കുളിപ്പിച്ചു കേട്ടോ. ഐറയും കുളിപ്പിച്ച് ഫ്രഷാക്കി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നേ. ആദ്യം എരിവ വേണ്ടെന്നെല്ലാം പറഞ്ഞു കേട്ടോ. പിന്നെ ആള് ഇങ്ങനെ ചെമ്മീൻ മാത്രം ഇങ്ങനെ പറക്കി പറക്കി കഴിക്കുന്നുണ്ട്. ചോറൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. ചോറ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കും ബുക്കും സ്കെച്ചും എല്ലാം കയ്യിലുണ്ട്. ചെമ്മീനൊക്കെ കുക്ക് ചെയ്ത പാടായതുകൊണ്ട് തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഐറ വീണ്ടും ഡ്രോയിങ്ങിൽ തന്നെയാണ് കേട്ടോ. എല്ലാ സ്കെച്ചും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ കളറൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില പച്ച മഞ്ഞ അങ്ങനെ ചില കളറൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം നല്ല കറക്റ്റായിട്ട് തന്നെ ആൻസർ തരുന്നുണ്ട് കേട്ടോ. ആളിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് പഠിച്ചു വരുന്നുണ്ട്. ബുക്ക് വാങ്ങിയിട്ട് 2 ദിവസം ഇതായിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പം തന്നെ അത് വരച്ച് ഏകദേശം എല്ലാ പേജും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഐറയായിട്ട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് വന്നു കേട്ടോ. ചെടിയൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെടിയിലോട്ട് ഇങ്ങനെ ഓവർ ഇതായി കഴിഞ്ഞാൽ അതൊരു ഭ്രാന്താണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കിപ്പോൾ അങ്ങനെ സ്വയമേ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ചെടിയുടെ അടുത്ത് വന്നാൽ പിന്നെ അതൊക്കെ നോക്കി അതിന് വെള്ളം ഒഴിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ കുറേ സമയം പോകുന്നത് ശരിക്കും അറിയത്തില്ല കേട്ടോ. നമ്മുടെ ഗാർഡനിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വാങ്ങി നട്ടതായിട്ടുള്ള ചെടികളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ സാധാരണ നാട്ടിൻപുറത്ത് കാണപ്പെടുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ചെടികൾ മാത്രമാണ് ഉള്ളത്. ചെടിക്കൊക്കെ നനയ്ക്കുന്ന സമയത്തിന് 2 ബക്കറ്റ് എടുത്തിട്ട് ഷെറിച്ച് ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അത് കഴിയുമ്പോഴത്തേക്ക് ഷെറിച്ച് അടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ വെള്ളം നിറച്ചിട്ട്. അതുകൊണ്ടാണ് വേഗം ഈ പരിപാടിയൊക്കെ കഴിയുന്നത്. ഞാൻ എല്ലാ ദിവസവും എല്ലാം ഇങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയാണ് കേട്ടോ തല കുളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജലദോഷം വിട്ടുമാറാതുണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ഇങ്ങനെ വൈകുന്നേര സന്ധ്യ സമയങ്ങളിലൊക്കെ തല കുളിക്കുന്നത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ജലദോഷമാണ്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാ ജോലിയും കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് കുളിച്ചിട്ട് കിടന്നുറങ്ങാനാണ് കേട്ടോ ഇഷ്ടം. ഐറയ്ക്ക് കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കടയിലൊക്കെ കേക്ക് ഇരിക്കുന്നത് കണ്ടാൽ വേണമെന്ന് പറയും. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ബർത്ത്ഡേ കേക്ക് മാതിരിയുള്ളത്. പക്ഷെ സാധാ കേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അവളിങ്ങനെ കത്തി എടുത്തിട്ട് വരും കേട്ടോ. ബ്രെഡ് ടൈപ്പ് ഉള്ളതൊക്കെ. എന്നിട്ടാണെങ്കിൽ നമ്മളോട് പാട്ട് പാടാൻ പറയും. ഹാപ്പി ബർത്ത്ഡേ എല്ലാം പാടാൻ പറയും. അങ്ങനെ പാടുന്ന സമയത്തിന് അവളിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കും കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ കുഞ്ഞി പിള്ളേരുള്ള അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതും സംസാരവും അതൊക്കെ. അവരോട് കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ മൈൻഡും അവരുടെ ആ ഒരു ഏജിനനുസരിച്ചാവും കേട്ടോ. ഇങ്ങനെ നമ്മുടെ സംസാരവും നമ്മുടെ റിയാക്ഷൻസും അതൊക്കെ. ഐറ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ആയിട്ട്. ഇവിടെ വരുമ്പോൾ പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ആൾ കുറച്ചുകൂടെ സൈലൻ്റ് ആണ്. അതുകൊണ്ട് വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഇങ്ങനെ ടൈം ഇതാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിനകത്ത് തന്നെ ഓരോന്നോരോന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.